ഹലോ ഫ്രണ്ട്സ്, സിസിൽസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പ്രോബബ്ലി കേട്ടിട്ടുള്ള ഒരു യൂറോപ്യൻ ഫെയറി ടെയിൽ ആയിരിക്കും പ്രിൻസസ് റാപ്പുൻസലിൻ്റെ സ്റ്റോറി. ലോങ്, സ്ട്രോങ്, ബ്യൂട്ടിഫുൾ ഗോൾഡൻ ഹെയർ ആയിരുന്നു അവളുടേത്. ഒരു വലിയ കാടിൻ്റെ നടുവിൽ ഒരു ടോൾ ടവറിൻ്റെ ഉള്ളിൽ അവളെ പൂട്ടിയിട്ട ഒരു വിച്ച് അവളുടെ സ്ട്രോങ് ലോങ് ഹെയർ ആയിരുന്നു ടവറിൻ്റെ മുകളിൽ കയറാനായിട്ട് ഒരു ലാഡറായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഞാനീ പറഞ്ഞ കഥ ഒരു ഫിക്ഷണൽ ടെയിലാണ്. ഡു പീപ്പിൾ വിത്ത് ലോങ് ബ്യൂട്ടിഫുൾ ഹെയർ കൺസ്യൂം എനി മാജിക് ഹെർബ്സ് ഓർ ഡു ദ യൂസ് എനി മാജിക്കൽ ഷാംപൂസ് ഓർ ഹെയർ കെയർ പ്രോഡക്ട്സ്? സൗന്ദര്യത്തിൻ്റെ സിമ്പിൾ മാത്രമല്ല നല്ല മുടി നല്ല ഹെൽത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം 7 ധാതുക്കളായിട്ടാണ് പരിണമിക്കുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ആയുർവേദ, ഹെയർ ആൻഡ് നെയിൽസ് ആർ ദ ബൈ പ്രോഡക്ട്സ് ഓഫ് അസ്ഥിധാതു. ഈ അസ്ഥിധാതുവിൻ്റെ ഇംപ്രോപ്പർ ന്യൂറിഷ്മെൻറ്റ് തിന്നിങ് ഓഫ് ഹെയറിനും ഡ്രൈ ആൻഡ് ബ്രിട്ടിൽ ഹെയറിനും ഫോളിങ് ഓഫ് ഹെയറിനും ഒക്കെ കാരണമാകുന്നു. ജനറ്റിക് ഫാക്ടേഴ്സ് ലൈക്ക് പ്രകൃതിയും ഒരാളുടെ മുടിയുടെ സ്ട്രെങ്തും ടെക്സ്ചറും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നു. വാത പ്രോമിനൻ്റ് ഹെയർ എന്നത് തിൻ, ഡ്രൈ, റഫ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. പിത്ത പ്രോമിനൻ്റ് ഹെയർ സോഫ്റ്റ് ആൻഡ് കോപ്പറി ആയിരിക്കും. പ്രിമച്യൂർ ഗ്രേയിങ് പെട്ടെന്ന് വരാൻ ചാൻസ് ഉള്ളവരാണ് ഇവർ. കഫ പ്രോമിനൻ്റ് ഹെയർ ഉള്ളവർക്ക് തിക്ക്, ബ്ലാക്ക് ആൻഡ് ലോങ് ഹെയർ ആയിരിക്കും ഉള്ളത്. എന്താണ് ഈ ഹെയർ ഫോളിൻ്റെ കാരണം? നമുക്കിനി അതിനെക്കുറിച്ച് നോക്കാം. ഒന്നാമത്തേത് ഹോർമോണൽ ഇംബാലൻസ്. പ്യൂബർട്ടിയുടെ സമയത്തും മെനോപോസിലും പ്രഗ്നൻസി ടൈം, ഹൈപ്പർ തൈറോയിഡിസം, PCOS തുടങ്ങിയ കണ്ടീഷനിൽ ഹെയർ ഫോൾ ഉണ്ടാകാം. പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലൂടെ ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. ഡെഫിഷ്യൻസി ഓഫ് അയൺ, സിങ്ക്, മഗ്നീഷ്യം, വൈറ്റമിൻസ്, പ്രോട്ടീൻസ് ഓൾസോ കോസസ് ഹെയർ ഫോൾ. ചില മെഡിക്കേഷൻസിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് ലൈക്ക് ആഫ്റ്റർ കീമോതെറാപ്പി, ആൻറ്റി ഡിപ്രസൻസ് തുടങ്ങിയ മരുന്നുകളുടെ ഉപയോഗം മൂലവും ഹെയർ ഫോൾ ഉണ്ടാകാം. ഫംഗൽ, ബാക്ടീരിയൽ, വൈറൽ ഇൻഫെക്ഷൻസ്, അതുപോലെ സ്കാൾപ്പ്, സോറിയാസിസ് തുടങ്ങിയവയും ഹെയർ ഫോളിന് കാരണമാണ്. കൂടാതെ ഹെയർ കളറിംഗ്, ഷാംപൂ, കെമിക്കൽസ്, എക്സസ് ഹീറ്റ് തുടങ്ങിയവയും ഹെയർ ഫോളിന് കാരണമാകുന്നു. ഡാൻഡ്രഫും ഇതിനൊരു കാരണമാണ്. മാൽ അബ്സോർപ്ഷൻ കാരണമോ റെഗുലറായിട്ട് ഓയിൽ മസാജ് ചെയ്യാത്തത് കാരണമോ ഡ്രൈ, തിൻ ആൻഡ് ബ്രിട്ടിൽ ഹെയർ ഉണ്ടാവാം. ഓയിൽ മസാജ് ഇല്ലാത്തത് കൊണ്ട് ഡാൻഡ്രഫും ഉണ്ടാകാം. ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ആയുർവേദിക് മെഡിസിനൽ ഹെർബ്സിനെ കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമതായി ഭൃംഗരാജ. ഹെയർ റിലേറ്റഡ് പ്രോബ്ലംസിൻ്റെ എല്ലാം ഒരു ഒറ്റമൂലിയാണ് ഭൃംഗരാജ അല്ലെങ്കിൽ കൈയോന്നി. എക്ലിപ്റ്റ ആൽബ എന്ന ബൊട്ടാണിക്കൽ നെയിമിൽ അറിയപ്പെടുന്ന ഈ ചെടിയുടെ വോൾ ഭാഗവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉഷ്ണദ്രവ്യമുള്ള ഒരു പ്ലാന്റാണിത്. ഇത് ഒരു കേശദ്രവ്യം കൂടിയാണ്. ഇത് ഹെയറിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യുകയും ഹെയർ ഫോളും പ്രിമച്യൂർ ഗ്രേയിങ്ങും ഒക്കെ തടയുകയും ചെയ്യുന്നു. ഇതുകൊണ്ടെങ്ങനെ ഹെയർ ഓയിൽ ഉണ്ടാക്കാമെന്ന് നമുക്കിനി നോക്കാം. ഇതിനായിട്ട് 1 പാർട്ട് ഓഫ് ഭൃംഗരാജ പേസ്റ്റ്, 4 പാർട്സ് ഓഫ് എള്ളെണ്ണ ആൻഡ് 16 പാർട്സ് ഓഫ് വാട്ടർ ഓർ ഡിക്കോക്ഷൻ മെയ്ഡ് ഫ്രം ഭൃംഗരാജ നമ്മൾ എടുക്കണം. ഈ മിക്സ്ചർ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ ഇവോപ്പറേറ്റ് ചെയ്യുന്നത് വരെ തിളപ്പിക്കണം. പിന്നീട് ഇത് അരിച്ച് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒഴിച്ച് സൂക്ഷിക്കണം. ഈ ഓയിൽ ഹെയർ മസാജിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. ഉഷ്ണപ്രകൃതി ഉള്ളവർ ഈ ഓയിൽ ഉപയോഗിക്കുന്നത് അല്പം സൂക്ഷിച്ചു വേണം. ഇത് അവർക്ക് തലനീരക്കത്തിന് കാരണമായേക്കാം. ഈ ഭൃംഗരാജ പ്ലാന്റ് വെയിലത്ത് വെച്ച് ഉണക്കി ഡ്രൈ ആക്കിയിട്ട് ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുത്ത് അത് വെള്ളത്തിലോ പാലിലോ മിക്സ് ചെയ്ത് ഹെയർ സ്ട്രാൻഡ്സിൽ അപ്ലൈ ചെയ്യുന്നത് ഹെയറിന് നല്ല ബ്ലാക്ക് കളർ കിട്ടാൻ സഹായിക്കും. ആഴ്ചയിൽ 1 ദിവസം ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി ജബ അല്ലെങ്കിൽ ചെമ്പരത്തി. ഹിബിസ്കസ് അല്ലെങ്കിൽ ചെമ്പരത്തി പ്ലാന്റ് ഒരു ഹോം ഗാർഡൻ പ്ലാന്റാണ്. ശീതവീര്യമുള്ള ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഫ്ലവേഴ്സും ലീവ്സുമാണ് മെഡിസിനൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നത്. വൈറ്റ് ആൻഡ് റെഡ് ഫ്ലവേഴ്സ്. ഇത് ഹെയർ ഗ്രോത്തിനും ഗ്രേയിങ് ഓഫ് ഹെയർ പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കും. ഇത് ഒരു നാച്ചുറൽ കണ്ടീഷണറാണ്. ഒരു കൈ നിറയെ ചെമ്പരത്തി ഇലകൾ ഒരു വെസലിൽ 3-4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ആഡ് ചെയ്ത് അരച്ച് ഈ മിക്സ്ചർ
2-3 മണിക്കൂർ മാറ്റി വയ്ക്കണം. ഇത് ഒരു വിസ്കസ് ജെല്ലിയായിട്ട് മാറും. ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഈ മിക്സ്ചർ ഹെയറിൻ്റെ റൂട്ട് മുതൽ എൻ്റയർ ലെങ്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് തേച്ചാൽ നമ്മുടെ ഹെയർ സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയിട്ട് മാറും. കോൾഡും സൈനസൈറ്റീസും ഒക്കെ ഉള്ളവർ ഈ കണ്ടീഷണർ, ഈ മാസ്ക് അധിക നേരം തലയിൽ വയ്ക്കരുത്. ഹെയർ കെയറിന് ആവശ്യമായിട്ടുള്ള മറ്റ് മെഡിസിനൽ പ്ലാന്റ്സ് ഏതൊക്കെയാണ് നമുക്കിനി അത് കാണാം. നെല്ലിക്ക അല്ലെങ്കിൽ ഇന്ത്യൻ ഗൂസ്ബെറി നല്ല ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ടറാണ്. ഡെയിലി ഒരു നെല്ലിക്ക വീതം കഴിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ നെല്ലിക്ക ഒരു രസായനമായതിനാൽ ഹെയർ ഗ്രോത്തിന് സഹായിക്കും, പ്രിമച്യൂർ ഗ്രേയിങ് തടയുകയും ചെയ്യും. നീർമരുത് ഓർ അർജുന ലീവ്സും നാച്ചുറൽ ഹെയർ കണ്ടീഷണറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കോക്കനട്ട് ഓയിൽ മുടിക്ക് എക്സലന്റ് നറിഷ്മെന്റ് ആണ് നൽകുന്നത്. തേങ്ങയുടെ ഇന്റേണൽ യൂസും ഹെയർ ഗ്രോത്തിന് സഹായിക്കും. ഇരട്ടി മധുരവും ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. ഇതിൻ്റെ പേസ്റ്റ് ഹെയർ മാസ്ക് ആയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിച്ചാൽ അത് ഹെയർ ഫൗളിനെ തടയും. ഇനി നമുക്ക് ഹെയർ ഗ്രോത്തിന് സഹായകമായിട്ടുള്ള ദിനചര്യകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യമായി ധൂമപാനം. മെഡിക്കേറ്റഡ് സ്മോക്ക് ഇൻഹെയിൽ ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിന് സഹായിക്കും. അതുപോലെ തന്നെ നസ്യവും ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. ശിര അഭ്യംഗം, അതായത് ഹെഡ് ഓയിൽ മസാജും ഹെയർ ഗ്രോത്തിന് അത്യന്താപേക്ഷിതമാണ്. ഡെയിലി കോംബിംഗ് ഓഫ് ഹെയറും ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നു. ഫ്രണ്ട്സ്, ഏതെങ്കിലും ലക്ഷൂറിയസ് ഹെയർ കെയർ പ്രോഡക്ട്സ് മാത്രം ഉപയോഗിച്ചിട്ട് ഒരു നല്ല ഹെയർ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ ഹെയർ ടൈപ്പ് അൾട്ടിമേറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ പ്രകൃതി ഓർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഹെയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഞാൻ മേൽ പറഞ്ഞ ആയുർവേദിക് ഹെർബ്സിൻ്റെ ഉപയോഗം നമ്മെ സഹായിക്കും. മാത്രമല്ല, മേൽ പറഞ്ഞ രീതിയിലുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ദിനചര്യയും നമുക്ക് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. നന്ദി.